രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനുറുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ബോധലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടു. വാരിധി പോലെ പരന്നു വരുന്നതും മാരുതി മുമ്പാം കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിരുന്നതു കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്ന് ഏൽക്കരുതാരുമേ. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്ത് നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങെത്ര രാവന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം വന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെയാതുദാനവലിയോടു രഘുത്തമൻ. അസ്ത്രം വരിഷിച്ച നേരം ആർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ല ഏതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷേധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടര കേട്ടു. ദേവ ഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രന നാരദനും തഥാ. രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ. ആനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വിനീതനായർ ഒക്കവേ. ഹരേ, അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന നേരം എങ്ങനെയെന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നേടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നും രഘുകുലനാഥൻ ആനന്ദമിയെന്നരുൾ ചെയ്തു. അഗസ്ത്യനും, അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നു പോം, മറ്റുള്ളവയും അകന്നു പോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കും, ആയുസ് സൽകീർത്തി വർദ്ധനം, നിത്യമാദിത്യ ഹൃദയമാ മന്ത്രം ഇതുത്തമം. എത്രയും ഭക്തിയാ ജപിക്കടോ. ദേവാ അസുരോ ഉരഗചാരണ കിന്നര താപസഗുഹ്യക യക്ഷരക്ഷഭൂത കിം പുരുഷ അപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും
ദേവകളാകുന്നത് ആദിത്യനാക്കിയ ദേവനത്രയേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോപരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിഗ്ഗരെ വൃന്ദവും വാരണവക്ത്രനും ആര്യനും ആരനും താരാഗണങ്ങളും നാരാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും വാറാം അസർത്തു സംവത്സര കൽപ്പാധികാരകനായതും സൂര്യൻ ഇവൻ തന്നെ വേദാന്തവേദ്യനാം വേദാത്മകന്നിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ ദുഷ്ട്വാ ദിനകരൻ ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിത സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നവസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമിരാരേ ശോകാപഹാരി ലോക അലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ അംശുമാൻ ഉഷ്ണകിരണൻ മഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ കദ്യോതൻ ഉദ്യോതൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ത്യൻ മഹാവിശ്വരൂപൻ വിഭോ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രതൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദന രമ്യ ദ്വാദശാത്മാ പരമാത്മാ പരാപരൻ ആദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദു നാദാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യം ഏ ദേവനേ സന്തതം ഭക്തിയായ നമസ്കരിച്ചിടുക ഭഗവാനേ ഹരേ ആദിത്യഹൃദയം സന്താപനാശകരായ നമോ നമഃ അന്ധകാരാന്ധകരായ നമോ നമഃ ചിന്താമണി ചിദാനന്ദായ തേ നമഃ നിഹാരനാശകരായ നമോ നമഃ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാ കാന്തിരൂപായ തേ നമഃ സ്ഥാവരജംഗമാചാര്യായ തേ നമഃ ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമഃ സത്വപ്രധാനായ തത്വായ തേ നമഃ
സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇതം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു. കാകുൽസ്തനം കൂപ്പിനാൻ പിന്നെ വിമാനവും ഏറി മഹാമുനി ചെന്നു വീണാധരോപാതേ മറുവീടിന. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക. പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ. ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതുമടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടു ഏറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ. വിഭീഷണൻ തന്നോട് മൽബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവും മരണാന്തമെന്നാകുന്നത് ഏറിയ സൽഗതയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയേ കഴിക്കുരു ദോഷം നിനക്കതിനേതും അകപ്പെട. ചന്ദനഗന്ധാദികൾ കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നഗ്ദഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു. വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും. രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു. നിജ നിജ മന്ദിരം ബുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർക്കളും. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആചാര്യപാദം. സംപൂജ്യരായ സജ്ജനങ്ങളെ, രാവണൻ്റെ വധത്തിന് ശേഷം ആ വിജയം കൈവരിച്ചു. നേരെ സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകമൊക്കെ ചെയ്തു. അതിനുശേഷം ഇവർ നേരെ അയോധ്യയിലേക്ക് മടങ്ങുക. ഏതൊരു കാര്യത്തിനാണോ മുന്നേറി വന്നത് ആ ലക്ഷ്യപ്രാപ്തി കണ്ടു. അതിനുശേഷം തിരിച്ചു വരിക അയോധ്യയിലേക്ക്. ഈ തിരിച്ചു വരുമ്പോൾ ഒരു പുഷ്പക വിമാനത്തിൽ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു തമാശ ഉണ്ടായത് പറഞ്ഞുതരാം. ഈ വിമാനത്തിലിങ്ങനെ വരിക, ശ്രീരാമുണ്ട്, ലക്ഷ്മണുണ്ട്,
ഹനുമാൻ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രീരാമൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അതേപടിയാണല്ലോ. ഏകദേശം ലങ്കയിൽ നിന്ന് ആ കന്യാകുമാരി അവിടെ ഇങ്ങനെ എത്തി. ആ തിരുവനന്തപുരത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വിമാനം പറക്കണത്. അപ്പം പെട്ടെന്ന് ലക്ഷ്മണൻ പറഞ്ഞു, ഇന്ദ്രജിത്തിനെ ഞാൻ വധിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ യുദ്ധം ജയിക്കില്ല എന്ന. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ഹേയ്, ലക്ഷ്മണൻ ഇങ്ങനൊരു അഹങ്കാരം പതിവില്ലല്ലോ. ആരാ ഈ പറയണത്? ലക്ഷ്മണനാണോ ഈ പറഞ്ഞത്? ഏട്ടൻ എന്തു പറഞ്ഞു? ഒക്കെ ഏട്ടൻ പറഞ്ഞു. ഇത്രയും വിനയുള്ള ആ ലക്ഷ്മണൻ പറഞ്ഞതാണ്, ഇന്ദ്രജിത്തിനെ ഞാൻ വധിച്ചത് കൊണ്ടാണ് സീതാദേവിയെ വീണ്ടെടുക്കാൻ സാധിച്ചത്. അങ്ങോട്ട് കേട്ടോട് കൂടി ശ്രീരാമചന്ദ്രൻ ചിരി തുടങ്ങി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു, ഏകദേശം മംഗലാപുരത്തെത്തി വിമാനം. കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു. അപ്പം ലക്ഷ്മണൻ തോന്നി, ഏട്ടാ ഞാൻ വല്ലതും പറഞ്ഞോ? അപ്പോഴാ ലക്ഷ്മണൻ ബോധം ഉണ്ടായേ. ഞാൻ വല്ലതും പറഞ്ഞോ? നീ ഒന്നും പറഞ്ഞില്ല. നീയേ കേരളത്തിൻ്റെ മുകളിൽ കൂടെ പറക്കുമ്പോൾ നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായി, അതുകൊണ്ട് വന്നതാ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലാണ്. ഇതാണ് നമ്മുടെ മലയാളിയുടെ പ്രശ്നേ, ലേശം അഹങ്കാരം. ലക്ഷ്മണനുണ്ടായി ആ ഒരു അഹങ്കാരം വന്നു തൻ്റെ കേമത്തന്ന്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അഹങ്കാരം മാറണം എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ തിരിച്ച് അവരെ എത്തുകയാണ്. അപ്പോൾ അയോധ്യയുടെ ആ ബോർഡറിലെത്തിയപ്പോൾ എല്ലാവരും നിന്നു. ഇനി എന്ത് വേണമെന്നാണ്. അപ്പോൾ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു പറഞ്ഞു, ഹനുമാൻ 14 വർഷം കഴിഞ്ഞിട്ട് വരാനല്ലേ പറഞ്ഞ്, ചെന്നിട്ട് ഭരതനോടൊന്ന് ചോദിക്കുക. അതെന്തിനാ? നമുക്ക് പാടില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചിന്തിച്ചു, 14 വർഷം അയോധ്യ ഭരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭരതനിന് രാജ്യം കൊടുക്കണ്ടെന്ന് തോന്നിയെങ്കിലോ? പറയാൻ പറ്റില്ലോ. കുടിക്കടപ്പാവകാശം പറഞ്ഞ മാതിരിയാണേ. 14 വർഷം കഴിഞ്ഞാൽ പിന്നെ ഭൂമി വിട്ടുകൊടുക്കേണ്ട പറഞ്ഞ മാതിരിയാണേ. അപ്പം ഇനി ഭരതൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത ഉണ്ടെങ്കിലോ? നേരെ ഹനുമാൻ ചെന്നു ഭരതൻ്റെ അടുത്തേക്ക്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് എന്നെ കാട്ടണം. അല്ല, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. ഈ ഏട്ടൻ വരണോ അതോ അതിൽ ഭരതൻ വാളെടുത്ത് വെട്ടാൻ സ്വയം നോക്കുമ്പോൾ മതിക്ക് എത്ര കേട്ടാൽ മതി എന്നാണ് ആ ഭരതൻ്റെ ഭക്തി. ആ അത്രയും ഭാരതം ആലോചിച്ച് നോക്കൂ. എന്താ ഭാരതം എന്ന് പറഞ്ഞാൽ ആ ഭരതൻ ഭരിച്ചാണല്ലോ. ഭാരതം ഭാവങ്ങളിൽ വെച്ച് നല്ല ഭാവം എന്താ? ഭക്തി. രണ്ടാമത്തെ അക്ഷരം രാഗങ്ങളിൽ വെച്ച് നല്ല രാഗം, ഡിസിപ്ലിൻ, അച്ചടക്കം. മൂന്നാമത്തെ താളങ്ങളിൽ വെച്ച് നല്ല താളം, വിനയം. ഇത് മൂന്നും ഭരതനിൽ നമുക്ക് കാണാൻ കഴിയും. ഭക്തി, അച്ചടക്കം, വിനയം. ആ മൂന്നും നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് തന്നെയാണ് രാമായണം. അങ്ങനെ ഹനുമാനോട് പറഞ്ഞോടുകൂടി എന്നാൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ശ്രീരാമചന്ദ്രനോട് എന്ന് പറയാണ്. അങ്ങനെ ആ മനസ്സിൻ്റെ സംഘർഷങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നേരെ അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അയോധ്യയിലേക്ക് പ്രവേശിച്ചു. അയോധ്യയുടെ നഗരവീഥികളിലെല്ലാം തന്നെ ആകെ സന്തോഷത്തിൻ്റെ ആ അലയടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. സീതാദേവി വന്നു. എന്നിട്ടും അവിടെ അന്യരാജ്യത്ത് താമസിച്ചിട്ടുള്ള സ്ത്രീയല്ലേ. അപ്പം എന്തുണ്ടായി? നേരെ രഥത്തിൽ അവിടെ ഇങ്ങോട്ട് ഇറക്കി. അപ്പം ഈ വാനരന്മാർക്കൊക്കെ ഒരു തോന്നൽ, എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? ആ സീതയെ പല്ലക്കിലാണ് കൊണ്ടുവരുന്നത്. എല്ലാവരും കൂടിയിട്ടേ സീതേനെ എങ്ങനെ കൊണ്ടുവരുന്നത്? പല്ലക്കിലാണ് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഒരു തോന്നൽ, ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്തേ? ആ സീതാദേവിയെ കാണണം എന്നൊരു തോന്നൽ ആർക്കുണ്ടായി? കുരങ്ങന്മാർക്കും ഉണ്ടായി. അപ്പോൾ പല്ലക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു, പല്ലക്ക് അവിടെ നിർത്തി നടത്തിക്കൊണ്ടുവരാൻ. സീതാദേവിയെ നടത്തിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമായി. സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ രാജ്ഞിയെ നടത്തിക്കൊണ്ടുവരേ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണനോട് സീത പറഞ്ഞ വാക്കിന് ഇത് ചെയ്താൽ പോരാ. കാരണം എന്താ? ആ സീതയെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി രാവണൻ
പൊന്മാൻ്റെ വേഷത്തിൽ മാരീചനെ കൊണ്ട് വരുത്തിയല്ലോ. ആ സമയത്ത് ലക്ഷ്മണനോട് സീതാദേവി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ ഭർത്താവ് മരിച്ചാൽ എന്നെ ഭരതന് കൊടുക്കാനാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വാക്കുകൾ, നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ, അത് എന്നും മനസ്സിലൊരു തീയായിട്ട് ആളിപ്പടരുന്നതാണ്. അതുകൊണ്ട് സീതാദേവിയെ നടത്തിക്കൊണ്ടുവരണം എന്നാണ്. ആകെ നടത്തിക്കൊണ്ട് വന്നു എന്ന് മാത്രമല്ല, അഗ്നിശുദ്ധി വരുത്തിയിട്ടേ സീതയെ രാജ്ഞിയാക്കാൻ സമ്മതിച്ചുള്ളൂ. ആലോചിച്ച് നോക്കണം. സീതാദേവി പറഞ്ഞ ഓരോ വാക്കും ഒരാളും പറയാൻ പാടില്ല. വരും തലമുറയ്ക്ക് തന്നെ സീതയുടെ വാക്കിൽ കാര്യം. സീത പഞ്ചരത്നങ്ങളിൽ ഉൾപ്പെടും. അഹല്യ, ദ്രൗപദി, സീത, താരാമണ്ഡോദരി തഥ. ആലോചിച്ചു. അഹല്യ, സീത, മണ്ഡോദരി, താര, ഈ സ്ത്രീ പഞ്ചരത്നങ്ങളിലെ ഇവരൊക്കെ ദ്രൗപദി ഒഴിച്ച് ബാക്കിയൊക്കെ രാമായണത്തിലെ കഥാപാത്രത്തിൽ വരുന്നതാണ്. അത് രാമായണത്തിൻ്റെ പ്രസക്തിയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ രാമായണം. അപ്പോൾ ആ രാമായണം സ്ത്രീ കഥാപാത്രങ്ങളുടെ നല്ല വശം മാത്രമല്ല, ദോഷവശം ചൂണ്ടിക്കാണിക്കേണ്ടതെന്നാണ്. കൈകേയി എടുത്തു നോക്കൂ, ഓരോ കഥാപാത്രം എടുത്തു നോക്കും. അതാണ് രാമായണത്തിൻ്റെ പ്രസക്തി. അപ്പം ഇവിടെ ആ സീത പറഞ്ഞ വാക്കിന് പരിഹാരം ഇനി ഒന്നുമില്ല എന്നാണ്. അങ്ങനെയാണ് സീതയെ ആ ശുദ്ധീകരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ശ്രീരാമചന്ദ്രൻ. ഇവിടെ സീതയെ ശുദ്ധീകരിച്ചു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ മനസ്സിൻ്റെ ഉള്ളിൽ, ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സീതയെ ശുദ്ധീകരിച്ച് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. സീതയുടെ മനസ്സിലില്ല എന്നറിയാം. ഈ ജനങ്ങളുടെ, താൻ ഭരിക്കുന്ന രാജ്യത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ അന്തർലീനമായി കടക്കുന്ന ആ സീതാദേവിയെക്കുറിച്ച് ദോഷമായി ജനങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നത്. അഗ്നിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നമുക്കറിയാം. ഈ മഹാക്ഷേത്രം ഏതെടുത്താലും ശരി, തെറ്റായ പ്രാർത്ഥനകൾ വരുമ്പോൾ 50 വർഷം കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രവും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത് ശുദ്ധീകരിക്കും. ഗുരുവായൂർ അമ്പലം എടുത്തോളൂ, അഗ്നിബാധയ്ക്ക് ശേഷം ഉയർന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തോളൂ, തിരുമല തിരുപ്പതി ദേവസ്വം എടുത്തോളൂ, തിരുവല്ലാമല ക്ഷേത്രം എടുത്തോളൂ, വടക്കുനാഥ ക്ഷേത്രം എടുത്തോളൂ, അതുപോലെ തന്നെ ഈ പറമേക്കാവ് എടുത്തോളൂ. ഏത് ക്ഷേത്രത്തിലും 50 കൊല്ലം കഴിഞ്ഞാൽ തെറ്റായ പ്രാർത്ഥനകൾ അവിടെ ധാരാളം ചൈതന്യത്തിൽ കുറവ് വരും. ആ ചൈതന്യത്തിൽ കുറവ് വരുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നശിപ്പിക്കുകയാണ്. അതിനുശേഷം എല്ലാ ക്ഷേത്രവും ഉയരും എന്ന മാതിരി ഇവിടെ സീതാദേവിയെ ഈ അഗ്നിയിലേക്ക് എടുത്തു ചാടി ശുദ്ധീകരിച്ചോടുകൂടി ഇത് ശ്രവിക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ നിന്നും സീതാദേവിയെക്കുറിച്ചുള്ള ആ തെറ്റായ ധാരണ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ അഗ്നിശുദ്ധി വരുത്തിയത്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്രദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനോജപം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജയം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.